ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് തന്നെ ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഫിൽറ്റർ വെച്ച കാരണം ഞങ്ങൾ ടാങ്കിത്തെ വെള്ളം തന്നെ എടുക്കൽ, കിണറ്റിൽ നിന്ന് കോരലൊന്നുമില്ല. അപ്പോൾ ഇതാ ആദ്യം തന്നെ പൊടിയൊക്കെ ഇട്ട് വെള്ളം തിളച്ച് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ ഉണ്ടാക്കണം കേട്ടോ. ഇവിടെയൊക്കെ കഫക്കെട്ടും പനിയൊക്കെ ആയ കാരണം കട്ടൻ ചായ മതിയായിരുന്നു. അങ്ങനെ കട്ടൻ ചായക്ക് ഇതാ പൊടി പഞ്ചസാരൊക്കെ ഇട്ട് അങ്ങനെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ മോൾക്ക് വെണ്ടയ്ക്കയാണ് ഉണ്ടാക്കുന്നത്. അവൾക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വെണ്ടയ്ക്കയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കൊടുന്നത് കഴിഞ്ഞിരിക്കണ്. പിന്നെ പച്ചക്കറി വെണ്ടയ്ക്ക ആകുമ്പോൾ അവൾക്ക് കഴിക്കാൻ സുഖമാണ്. അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. വെണ്ടയ്ക്കയിൽ പിന്നെ ചിക്കൻ മസാലയും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കണ്ടാണ് വഹിക്കുന്നത്. ഉപ്പിട്ട് കണ്ട് ചിക്കൻ മസാല കുറച്ച് ഇടുക, ടേസ്റ്റിനും വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ വെണ്ടയ്ക്ക ഇതാ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മോള് പോവുമല്ല, അവളെ കൊണ്ടാക്കും വേണം. അവൾ 3 മണിക്ക് പോവും. അങ്ങനെ ഇതാ വെണ്ടയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വെണ്ടയ്ക്കയാണ് കേട്ടോ കൂട്ടാൻ. പിന്നെ അവൾ നീച്ച് അവൾ മാറ്റലും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 8:30 ആകുമ്പോഴത്തേനും അവൾക്ക് പോകണം. അങ്ങനെ ഇതാ ചട്ടി വെച്ച് എണ്ണയൊക്കെ ചൂടായി. വെണ്ടയ്ക്ക പിന്നെ കൊഴുപ്പൊക്കെ പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ മസാലകളൊക്കെ ഇടൽ. കൊഴുപ്പ് കൊടുക്കും പിന്നെ അതിൽ അരിഞ്ഞുകാണ്ടാവും അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇങ്ങനെ എരിഞ്ഞ് കിട്ടണം. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, കൊഴുപ്പൊക്കെ പോയതിൻ്റെ ശേഷം ഞാൻ ഇതാ ഉപ്പിടുന്നുണ്ട്. പിന്നെ കുറച്ച് മുളകും പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിക്ക് വേണ്ടി ഞാൻ ചിക്കൻ മസാല ഇടുന്നത്. കുറച്ച് ചിക്കൻ മസാല ആയ പിന്നെ ഒന്നും കൂടി ഒരു മസാല ഇട്ടുമല്ലോ. അപ്പോൾ ചിക്കൻ മസാല ഇടുന്ന വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ മറന്നിരിക്കണം. അപ്പോൾ അങ്ങനെ അതോടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി തലേന്ന് അരച്ച ഇഡ്ഡലി മാവ് ഉണ്ടായിരുന്നു. പച്ചരി ഉഴുന്നും വറ്റും പിന്നെ ഈസ്റ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ സാമ്പാറുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇഡ്ഡലി ആകുമ്പോൾ അങ്ങനെ കഴിച്ചോളും വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇഡ്ഡലി ആക്കുകയാണ് കേട്ടോ. എണ്ണയൊക്കെ തൊട്ടുകൊണ്ട് അങ്ങനെ ഓയിൽ തൊട്ട് കയറ്റിക്കൊണ്ട് അങ്ങനെ ഇഡ്ഡലി മാവ് ഒഴിച്ചെടുത്ത് അങ്ങനെ അതാ ഇഡ്ഡലിയൊക്കെ നല്ല സൂപ്പറായിട്ട് പൊള്ളച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചൂടോടുക്കാണ് എടുക്കുന്നത്. ചൂടോടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ പണിയാണ്. ചൂടാറിൻ്റെ ശേഷം ആകുമ്പോൾ നമുക്ക് സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ സ്കൂൾ കുട്ടിയൊക്കെ നേരം പോകുമല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഒക്കെ ചുട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ സാമ്പാറുണ്ട്, പിന്നെ കട്ടൻ ചായ ഉണ്ട്. പിന്നെ അത് ഷിബി മാറ്റി റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് സ്കൂൾക്ക് പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് നേരത്തെ തന്നെ ചായ കൊടുക്കുകയാണ്. മരുവൾ ഇവിടെ ഇല്ല കേട്ടോ. മരുവൾ ടിസ്സിന് പോയതാണ്. ഇന്ന് മൂത്തോൾ പോവുകയും ചെയ്യുകയാണ്. ഇപ്പം ഞാനും ഷിബി ഒറ്റയ്ക്ക് തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ പേടിയാണേനും. അപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ ഞങ്ങളങ്ങനെ നിന്ന് പോയിട്ടാക്കുക ശീലമായതല്ലേ. പിന്നെ മോൾക്ക് കൊച്ചിയിലായിരുന്നു ജോലി. പിന്നെ പിന്നെ ഒറ്റയ്ക്ക് ഞങ്ങൾ നിന്നിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ നിന്ന് ശീലമായതുകൊണ്ട് ഞങ്ങളങ്ങനെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം പണി പോകലില്ല കേട്ടോ. ഇനിയിപ്പോൾ സൗദിക്ക് പോകാൻ നിൽക്കുകയാണ്. അവൻ സൗദിയിലാണ്. പിന്നെ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അവിടെ ജോലി നോക്കാമെന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഓരോ പേപ്പർ ശരിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതാ ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ചോറ്റുപാത്രത്തിലാക്കി വെള്ളം അങ്ങനെ. പിന്നെ ഇതാ ചാടി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ മോറുകയാണ് കേട്ടോ. അല്ലേ പാത്രങ്ങൾ ഒന്നിച്ചാണ് മോറൽ. പണിയൊക്കെ കഴിഞ്ഞ് ഞാനും മോളും ചായ കൂടി കഴിഞ്ഞപ്പോൾ മൂത്തോൾ നീച്ചിട്ടില്ല. അവൾ എണീറ്റിക്കണം. അവൾ പോകാനുള്ള ഡ്രസ്സൊക്കെ മടക്കി വെക്കണം കേട്ടോ. പോകാൻ ഉച്ചയ്ക്ക് ശേഷം പോവുമല്ലേ. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന തിരക്കിലാണ് അവൾ. അതാ ഞങ്ങളുടെ പാത്രമൊക്കെ മോറട്ടെ. പിന്നെ ഇതാ ചോറ് ഇതാ കിടന്ന് വീണുണ്ട് ചോറ്. പിന്നെ ഇത് മറ്റേ കുടംപുളിയാണ് കേട്ടോ. കുടംപുളി വെയിലില്ലല്ലോ, മഴ അല്ലേ. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞുകാണ്ട് ചോറൊക്കെ വന്ന് അടുപ്പത്ത് അങ്ങനെ തട്ടിലാക്കിയിട്ട് പരത്തിയിടണം കേട്ടോ. അങ്ങനെ ഇന്നലെ പരത്തി എടുത്ത് വെച്ചതായിരുന്നു. രാവിലെ തീയിപ്പിച്ചപ്പോൾ ഇനിയിപ്പോൾ ഇന്നല്ലേ പണിയും കഴിഞ്ഞിട്ട് അത് പിന്നെ അടുപ്പത്തേക്ക് തന്നെ വെക്കും. അങ്ങനെ ഉണങ്ങി ഇന്ന് കറിയൊക്കെ വെച്ചിരുന്നു ഞാൻ. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല.
അപ്പോൾ അങ്ങനെ മീൻ പൊരിച്ച് ചോറ് ഊറ്റി പിന്നെ ക്യാരറ്റും ബീൻസും കൂടി ഉപ്പേരി വെച്ചും ചെയ്തിരുന്നു കേട്ടോ. ഞാനത് അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ അത് കുടംപുളി പിന്നെ തുടക്കണം അടിച്ചോറ് തുടക്കലൊക്കെ കഴിച്ചാണ്. അത് പോകുമ്പോഴത്തേനും എല്ലാ പണിയും തീർക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 3 മണിക്കാണ് അവളെ കൊണ്ടാക്കി കൊടുക്കുന്നത്. ബസ് തിരൂന്ന് പിന്നെ അവളെ അമ്മ വരും കേട്ടോ. തിരൂക്ക് ഇവിടുന്നാണ് അവൾ ബസ്സിന് പോകും. എനിക്ക് സ്റ്റാൻഡ് വരെ അവൾക്ക് വിട്ടുകൊടുക്കും വേണം, ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ 3 മണിയാകുമ്പോഴത്തേനും എല്ലാ പണിയും കഴിച്ചതാണ്. തിരുമ്പാനും കുളിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ കുളി നിസ്കാരം പണിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോണത്. പിന്നെ തുടക്കുന്നുണ്ട്. എന്നും തുടക്കലില്ല, 1.5 അടക്കയിൽ തുടക്കും. പിന്നെ അവൾ മാറ്റി റെഡി ആയിട്ടുണ്ടായിരുന്നു, ഞാനും മാറ്റി റെഡി ആയി വന്ന് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി വരാം, സ്റ്റാൻഡ് വരെ ഓട്ടോയിലാക്കി കൊടുക്കണം. അവൾ ബസ്സിന് പൊയ്ക്കോളാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ. അവൾക്കിനി ബസ്സിനൊക്കെ പോയി ശീലമുള്ളതല്ലേ. കൊച്ചിയിലാണ് അവൾ വർക്ക് ചെയ്തിരുന്നത്, എയർപോർട്ടിലായിരുന്നു. വണ്ടി ഞാനിപ്പോൾ അവളെ കൊണ്ടാക്കി വരികയാണ് കേട്ടോ. പോണ വീഡിയോ എടുത്തിട്ടില്ല, അതിനുള്ള മൂടുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടി പോവുമല്ലേ, ആ ടെൻഷനും കാര്യം അതും. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അവൾ കൊണ്ടാക്കി ഞാൻ പോകുന്നു. പിന്നെ പോരുന്ന വഴിക്ക് ഞാൻ മാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാഗി ചെറിയ മോള് സ്കൂളിൽ വരുമ്പോൾ ഇതിൻ്റെ കടി കോട്ട വിചാരിച്ചുകൊണ്ട് മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാഗിയാണ്. അപ്പോൾ മാഗി അവൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അവൾ മാഗിയാകുമ്പോൾ അവളെ ഉണ്ടായിക്കോളാം അറിഞ്ഞത്. അവൾ യൂണിഫോം ഒന്നും കൂടി കഴിച്ചിട്ടിട്ട്, യൂണിഫോമിൻ്റെ ഉപ്പായത്തിൻ്റെ കൈയാണ് കാണുന്നത് കേട്ടോ. അവൾ മാഗി പിന്നെ അവളെ ഉണ്ടാക്കും. അവൾ വന്ന പാട് മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോഫീൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുപ്പി ചെറിയൊരാൾക്ക്. അപ്പോൾ അങ്ങനെ കോഫി ആക്കാറുണ്ട്. കോഫി ഉണ്ടാക്കി, പാൽപ്പൊടി പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് അതിക്ക് ഒഴിച്ച് കോഫി ഉണ്ടാക്കി, നല്ല അടിപൊളി കോഫിയാക്കി. പിന്നെ അതുപോലെ മാഗിയും കോഫിയും കൊണ്ട് അവൾ കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിനി കുറേ വെട്ടിയൊക്കെയുള്ള ശീലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നേരെ മെഷീൻമേക്കാണ് പോയത്. അപ്പോൾ ഫാൻ്റെയാണ് വെട്ടണത് കേട്ടോ. ഫാൻ്റ് ഞാൻ അടിക്കാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ട് അങ്ങനെ പിന്നെ നോക്കിയാൽ മതിട്ട്. ആരും പഠിക്കണവർക്ക് കണ്ടാലൊക്കെ കുറേയൊക്കെ അറിയാക്കാം. എനിക്ക് അധികം ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ വയ്യ, ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടായ കാരണം അധികം സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. പെട്ടെന്ന് ചുമ വരും, ശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ആസ്മൻ്റെ പ്രശ്നമുണ്ട്. ഈ പുതിയ ഡ്രസ്സൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ വാസന സ്മെല്ല് അതൊന്നും എനിക്ക് വല്ലാതെ പറ്റണി കേട്ടോ. അപ്പം അതിന് ഞാനിങ്ങനെ ഇൻഹൈലർ ഉണ്ടല്ലോ, അതിങ്ങനെ വലിക്കുകയാണ്. അതിന്മേലാണ് ഇങ്ങനെ പോണത് കേട്ടോ. ഈ അടുപ്പൊക്കെ ഒഴിവാക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കണത്. ഇനിയിപ്പോൾ ഇതൊക്കെ നിർത്തിയേക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വോയിസ് ഓവർ അധികമൊന്നും എനിക്ക് പറ്റൂല. പിന്നെ ഞാൻ അതാണ് ഇങ്ങനെ മ്യൂസിക്കൊക്കെ ആക്കി വിടുന്നത്, എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ടാ വീഡിയോ. പിന്നെ ഫാൻ്റെ വെട്ടുന്ന വീഡിയോ ഇന്നിപ്പോൾ എത്രത്തേനുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫാൻ്റെ വെട്ടിയൊക്കെ കേട്ടോ. അടിക്കലൊക്കെ പിന്നാക്കാൻ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും പിന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.